നമസ്കാരം. നോക്കൂ, ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിലെ ചില വീടുകളുടെ സ്ലാബിന് വിള്ളലുണ്ടായി എന്നുള്ളൊരു വിവാദമാണ്. ആ വിവാദത്തെക്കുറിച്ച് നോക്കൂ, അവിടുത്തെ ആ നാട്ടുകാരൻ സർവോപരി ദുരന്തബാധിതരുടെ ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ വളരെ രസകരമായിട്ടാണ് എനിക്ക് തോന്നിയത് അക്കാര്യം. കാരണം നോക്കൂ, ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ നിർമ്മാണം ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ചെറിയ ഞാനും ഒരു നിർമ്മാണ മേഖലയിലെ ഒരു കോൺട്രാക്ടറാണ്. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. എത്രയായാലും മനുഷ്യ സഹജമായ തെറ്റുകൾ വരാറുണ്ട്. ആ തെറ്റുകളെ അങ്ങനെ കണ്ടുകൊണ്ട് നോക്കൂ, അത് പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത്രയും വലിയ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അത് ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ ഞങ്ങൾ അതിന് പരിഹരിച്ചു പോകും എന്ന് പറയുന്നതിന് പകരം പെൻസിൽ വര എന്നൊക്കെ, നിങ്ങൾ അതിൻ്റെ ഫോട്ടോ ഒന്ന് കാണും, പെൻസിൽ വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ തന്ത്രങ്ങളും ക്യാപ്സൂളുകളും ഇറക്കി അപഹാസ്യരാകുകയാണ് ചെയ്തത്. എന്തായിരുന്നു അവിടുത്തെ വിള്ളലിന്റെ യാഥാർത്ഥ്യം ഒന്ന് നോക്കൂ. ആ വീടിന് എത്രത്തോളം നിർമ്മാണം എത്രത്തോളം നല്ലതായിരുന്നു, ഈ വിവാദം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്ക് അതൊന്ന് പരിശോധിക്കാം. പ്ലാസ്റ്റർ വിണ്ട് എന്ന് പറയുന്നത് പ്ലാസ്റ്റർ അല്ല, പിന്നെ വിണ്ടത് സ്ലാബാണ് വിണ്ടത്. അതിപ്പം നേരിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ നേരിട്ട് നോക്കിയാൽ തന്നെ അറിയാം. ഇത്രയധികം ഇത് പ്ലാസ്റ്റർ അല്ല, ഇത് വിള്ളലാണിത്. ഈ കിനിവ് താഴേക്കിറങ്ങുന്നുണ്ട്. അത് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിക്കണു. ഒക്കെ അല്ല ചെയ്തത്, അവർ ചെയ്തു തരാന്ന് പറഞ്ഞു. അവർ പിന്നെ അത് സംഭവം കണ്ടു അവർക്ക് ബോധ്യപ്പെട്ടിരിക്കണം. കാരണം ഇത് വിള്ളലാണെന്നുള്ള അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവർ പറഞ്ഞത് ഞങ്ങളിത് ചെയ്തു തരും, കറക്റ്റാക്കിയിട്ട് ചോർച്ചല്ലാത്ത രീതിയിൽ ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ദുരന്തം തുടങ്ങിയ മുണ്ടക്കയിലെ നൗഫൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അദ്ദേഹത്തിന് വേണ്ടി ഈ സർക്കാർ നിർമ്മിച്ച് നറുക്കിട്ട് നൽകിയ വീട്ടിൽ വിള്ളലുണ്ട്. ആ വിള്ളൽ യാഥാർത്ഥ്യം തന്നെയാണ്. ഒന്നുകിൽ അതിൽ നോക്കൂ, അത് ബോത്ത് വേ ക്രാങ്ക് ചെയ്യണം. ആ കമ്പിയുടെ സ്പാനിങ്, കമ്പി നിരത്തുന്നതെല്ലാം കൃത്യമായിട്ടുള്ള അളവുകളിലായിരിക്കണം. ബോത്ത് വേ ക്രാങ്ക് വേണം. അങ്ങനെ അതിലെല്ലാം ഇവർക്ക് കൃത്യമായിട്ടൊരു വിള്ളൽ വരാൻ സാധ്യതയുണ്ട്. ലോഡ് എടുക്കാതെ ആ സ്ലാബ് ഭിത്തികളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെ ലോഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിള്ളൽ വരും. ആ വിള്ളൽ എൻ്റെ ഒരു 20-25 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്. ആ വീട് 7 സെന്റിമീറ്റർ കനത്തിലൊരു ചെറിയ ബേബി മെറ്റൽ ഇട്ടൊരു ഇതും കൂടി ചെയ്യുന്നു അവർ പറയുന്നു. അതുകൊണ്ടും ആ വിള്ളൽ മാറാൻ ചാൻസ് ഇല്ല. ഇനി കാലാകാലം ആ വീടിന് ആ ലീക്ക് ഉണ്ടാവും എന്നത് തന്നെയാണ്. താൽക്കാലികമായി അത് വാട്ടർ പ്രൂഫൊക്കെ ചെയ്താൽ നിൽക്കുമെങ്കിലും ആ വീടിൻ്റെ നിർമ്മാണത്തിൽ വലിയ പാകപ്പിഴ പറ്റിയെന്ന് തന്നെയാണ്. പക്ഷേ രസകരമായിട്ടുള്ളത് അത് പെൻസിൽ വരെയാണെന്ന് ദേശാഭിമാനി പറയുന്നു. അതിനും അപ്പുറത്താണ്. നിങ്ങളിതൊന്ന് കാണൂ, ഈ വീഡിയോ നിങ്ങൾ നോക്കുക. അതിനെ അതായത് ഈ സഖാക്കന്മാരുടെ വിചാരം ഇവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാണ്, മറ്റുള്ളവർക്കൊന്നും ബുദ്ധിയില്ല എന്നാണ്. അത് വളരെ നിസ്സാരവൽക്കരിച്ച് അത് ഞങ്ങൾക്കത് അതിന് പറ്റിയ പാളിച്ചകൾ ഏതൊരു നിർമ്മാണ മേഖലയിലും പറ്റുന്നതാണ്, ഒരു നിർമ്മാണത്തിലും പറ്റുന്നതാണ്, മനുഷ്യ സഹജമായതാണ്. അത് ഞങ്ങൾ തിരുത്തുമെന്ന് പറഞ്ഞാൽ തീരേണ്ട ഒരു പ്രശ്നം നോക്കൂ, ന്യായീകരിച്ച് വഷളാക്കി. എത്ര ഇവർ ജന്മന വിഡ്ഢികളാണ്. ഇവർ മറ്റുള്ളവരും വിഡ്ഢികളാണെന്നാണ് ഇവർ കരുതുന്നത്. ഈ വാക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു നിർമ്മാണ മേഖല നോക്കൂ, ചൂരൽമല മുണ്ടക്കൈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ, ഞങ്ങളുടെ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ തൊഴിലാളികളുള്ളത്. ഇവിടെ ആ വീടുകളിൽ താമസിക്കാൻ പോകേണ്ടത് ഏറെ നിർമ്മാണ തൊഴിലാളികൾ തന്നെയാണ്. തോട്ടം മേഖലയിലെ ആളുകളായിരുന്നു. പിന്നീട് അവരുടെ 2ാം തലമുറ 3ാം തലമുറയൊക്കെ നിർമ്മാണ മേഖലയിലേക്ക് തിരിഞ്ഞു. ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ തൊഴിലാളികളുള്ള ഒരു സ്ഥലമാണ്. അവരോട് പറയുമ്പോൾ അപഹാസ്യരാകും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക, എത്രത്തോളം അപഹാസ്യമാണിതെന്ന്. അപ്പോൾ ടൗൺഷിപ്പിലെ വീടുകൾ നിർമ്മാണം പൂർത്തിയായ വീടുകൾ നമ്മൾ കാണുന്നില്ലേ. ഈ വീടുകൾ നിർമ്മാണം പൂർത്തിയായിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മിക്സിങ് കൊണ്ടുവന്ന് ഭൂമി യന്ത്രം കൊണ്ടുവന്ന് ഇങ്ങനെ കോൺക്രീറ്റ് മിക്സ് കൊണ്ട് ചെയ്യാണ്. ഇതിൻ്റെ പേര് സ്ക്രീഡ് കോൺക്രീറ്റ് എന്നാണ്. കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ അറിയായിരിക്കും. ഈ വീടിന് സോളാർ അടക്കം ഫിറ്റ് ചെയ്തതാണ്. അങ്ങനെ ഫിറ്റ് ചെയ്ത വീടിന് ആദ്യം കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം വാട്ടർ പ്രൂഫിങ് നടത്തും. പിന്നെ ഒരു ഡാം എന്തായിരുന്നു, ഒരു വെള്ളം കെട്ടി നിർത്തും 24 മണിക്കൂർ. അതിനൊരു പേരുണ്ട്, ഡാം എന്തോട്ടെ. അത് നടത്തിയ ശേഷം ലീക്ക് ഉണ്ടോ എന്ന് നോക്കും. ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ വാട്ടർ പ്രൂഫിങ് നടത്തും. അതിനുശേഷം ഇതായി ഒരു 7 സെൻറ്റിമീറ്ററിൽ കനത്തിൽ വീണ്ടും കോൺക്രീറ്റ് നടത്തും. ഇത് ചെറിയ സ്ലോപ്പിലാണ് ചെയ്യുന്നത്. 2 സെന്റിമീറ്റർ സ്ലോപ്പിലാണ് ഇത് ചെയ്യുന്നത്. കാരണം വെള്ളം ഒരു ഭാഗത്തേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൗൺഷിപ്പിലെ നിർമ്മാണ രീതിയിലേക്ക് പല പ്രത്യേകതകളുണ്ടല്ലോ. ഭൂകമ്പത്തെ ചെറുക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അതുപോലെ തന്നെ ഉള്ള ഒരു കോൺക്രീറ്റിൻ്റെ വേറൊരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ചോർച്ച തടയാൻ വേണ്ടിയിട്ട് വയനാടിൻ്റെ പ്രത്യേക കാലാവസ്ഥയിൽ ഈർപ്പം കൂടുതൽ നിലനിൽക്കുന്നത് കൊണ്ട് സാധാരണ ഈ പണി പൂർത്തിയായ ഈ വീടില്ലേ, ഇങ്ങനെ പൂർത്തിയായ വീടുകൾ
സോളാർ അടക്കം ഫിറ്റ് ചെയ്ത വീടുകൾക്ക് മുകളിലാണ് ഇപ്പോൾ ഈ കോൺക്രീറ്റ് വീണ്ടും നടക്കുന്നത്. തൊഴിലാളികളൊക്കെ ഉണ്ട്. രണ്ടാമത് തൊഴിലാളികളെയൊക്കെ എത്തിച്ച് ജോലി ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഡാം പ്രൂഫ് കേട്ടോ, ഡാം പ്രൂഫ് കഴിഞ്ഞിട്ടുള്ള വർക്കാണിത്. വാട്ടർ പ്രൂഫിങ് കഴിഞ്ഞത് ആ കോൺക്രീറ്റ് ഇതാ ചാടുന്നു. അന്ന് കാണാം. ഭൂമിയന്ത്രം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കൂ, അതിനുശേഷം മന്ത്രി വരുന്നു. മന്ത്രി ഒരു ചാനലുകാരെ കൂട്ടുന്ന ഷോ കാണിക്കുന്നു. താഴെ പ്ലാസ്റ്ററിങ്, സീലിങ്ങിന് പ്ലാസ്റ്ററിങ് ചെയ്തതിൽ ഉരച്ചു നോക്കുന്നു. നോക്കൂ, മുകളിൽ നിന്ന് ലീക്കോ കിനിവോ ക്രാക്കോ ഉണ്ടെങ്കിൽ മാത്രമാണ് വെള്ളം താഴേക്ക് കിനിവുണ്ടാകുന്നത്, നനവുണ്ടാകുന്നത് ക്രാക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അത് മെറ്റീരിയലിന്റെ നോക്കൂ, ഇപ്പോഴൊക്കെ പാറപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, എംസാൻഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിള്ളലുണ്ടാകാം. കൃത്യമായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മേലെ ഷീറ്റ് വിരിച്ചിട്ടില്ലെങ്കിൽ, നല്ല വെയിലത്ത് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ വിള്ളലുണ്ടാക്കാം. ആ വിള്ളൽ അവർ ശ്രദ്ധിക്കാതെ അതിനകത്ത് പിറ്റേ ദിവസം ഗ്രൗട്ടോ ഒഴിച്ചു കൊടുത്തുകൊണ്ട്, ലൂസിൽ ഗ്രൗട്ടോ വാട്ടർ പ്രൂഫൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അത് ചെയ്യാതെ അശ്രദ്ധ മൂലം ഉണ്ടാകാം, ലോഡ് എടുക്കാതെയും ആകാം. അദ്ദേഹം നോക്കൂ, ആ കിനിവ് അവിടെ ഒരു മാർക്ക് ചെയ്തതിൽ പോയിട്ട് അദ്ദേഹം വരയ്ക്കുകയാണ്. ഏതിലാണ് വരയ്ക്കുന്നത്? കോൺക്രീറ്റിലല്ല കേട്ടോ, അത് പ്ലാസ്റ്ററിങ് ചെയ്തതിൽ വരയ്ക്കുക. അത് അദ്ദേഹം മാന്തുന്നതിന് ചുരണ്ടുന്നതിനെ അനുസരിച്ച് ഒരിക്കലും ആ വിള്ളലുണ്ടെങ്കിൽ അത് കാണില്ല, ക്രാക്ക് ഉണ്ടെങ്കിൽ അത് കാണില്ല. പകരം ആ പരുക്കൻ, ആ തേച്ച ആ സിമെന്റും മണലും കൂട്ടി തേച്ച പരുക്കൻ അതിങ്ങനെ ചുരണ്ടിയാൽ അത് അടഞ്ഞു പോവുകയുള്ളൂ. ഇത്രയും മനസ്സിലാക്കാത്ത ഒരാളാണ് മന്ത്രി എന്നുള്ളത് വളരെ ലജ്ജാകരാണ്. നമ്മുടെ കേരളത്തിലെ മന്ത്രിയാണ് അത് കാണിക്കുന്നത്. ഇതൊക്കെ മറ്റുള്ളവർ കാണുന്നുണ്ട്, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്. താൻ സ്വയം ഒരു വിഡ്ഢിയാവുകയാണെന്ന് ഈ മന്ത്രി മനസ്സിലാക്കിയില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം അദ്ദേഹം നമ്മുടെ മന്ത്രിയാണ്. നോക്കൂ, അതിനുശേഷം അദ്ദേഹം പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം. കാരണം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ന്യായീകരണം നമ്മൾ കാണേണ്ടതാണ്. നോക്കൂ, കിഫ്കോൺ എന്ന് പറഞ്ഞ് ഇത് സൂപ്പർവിഷനുള്ള ഒരു ടീമുണ്ട്. കിഫ്കോൺ ഇവർ കൃത്യമായിട്ട് അത് സൂപ്പർവിഷൻ ചെയ്യും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. രണ്ടാമത് നോക്കൂ, ഡിഫക്റ്റ് ലയബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. ഇതിന് ഈ നിർമ്മാണത്തിന് എന്തെങ്കിലും കേടുപറ്റുകയാണെങ്കിൽ 2.5% ഈ കമ്പനിയിൽ നിന്ന് പിടിച്ചു വെക്കും ഗവൺമെന്റ്. അത് 5 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് 5 വർഷത്തെ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഇതിനുണ്ടെന്ന് പറയുന്നു. എങ്കിലും നിർമ്മാണത്തിൽ കുറച്ചുകൂടി അവധാനത പുലർത്തേണ്ടതായിരുന്നു. പക്ഷെ മന്ത്രി പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇത് സാധാരണ വെള്ളം സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ? നീ എനിക്ക് സംശയമില്ല എന്തായാലും. നോക്കൂ, ഒരു വലിയ നിർമ്മാണം 300, 400, 402 വീടുകളാണ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ 324 വീടുകൾ അവിടെ നിർമ്മിക്കുന്നു. ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷനിൽ 1-2 വീടുകൾ ചെറിയ ഡിഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അത് മനുഷ്യ സഹജമാണ്. അത് നമുക്കൊരിക്കലും എന്തായാലും ഇത്ര വലിയ ഇതിൽ തെറ്റുകൾ പറ്റാം. കാരണം സൂപ്പർവിഷൻ എല്ലാത്തിലും കൃത്യമായിക്കൊള്ളുന്നില്ല. ചെറിയ ഫാൾട്ട് വരാതിരിക്കില്ല. അതിനെ ആ രീതിയിൽ പറഞ്ഞ് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ അതിനെ ന്യായീകരിച്ച് വഷളാകുന്ന ഒരു വളരെ മന്ത്രി പോലും നോക്കൂ, മന്ത്രി പോലും ഒരു സാധാരണ അന്തംഗമിയുടെ നിലവാരത്തിലേക്ക് അതിനെ ന്യായീകരിച്ചു എന്നുള്ളതാണ്. ശരിയാണ്. ഞങ്ങൾക്ക് ഡിഫക്റ്റ് ലയബിലിറ്റി ഉണ്ട്, കമ്പനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞൊഴിയേണ്ടതിന് പകരം അവിടെ ഒരു നിർമ്മാണത്തിൽ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കൊരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രഥമ ഉത്തരവാദി ഗവൺമെന്റ് അല്ല കേട്ടോ. അവിടെ ആരാണോ കമ്പനി, അതായത് ഊരാളുങ്കലാണ് അതിനെ പ്രാഥമികമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം അത് ഗവൺമെന്റ് ഏറ്റെടുക്കുക. അതിനെ ന്യായീകരിക്കേണ്ട ഇത് ഗവൺമെന്റിനില്ല. അതുമാത്രം DYFO CITO CPMO അല്ല ഇത് ചെയ്യുന്നത്. ഇതൊരു കമ്പനിയാണ്, ഒരു കോപ്പറേറ്റീവ് കമ്പനിയാണ് ചെയ്യുന്നത്. അത് ഊരാളുങ്കൽ CPM-നെ പോലെ അല്ലെങ്കിൽ CITU-വിനെ പോലെ, ജനാധിപത്യ മഹിളാ അസോസിയേഷനെ പോലെ, DYFI പോലെ, SFI പോലെ ഒരു വർഗ ബഹുജന സംഘടനയായി CPM-ന്റെ മാറിയിട്ടുണ്ടോ എന്നറിയില്ല. എന്തുകൊണ്ടാണ് ഊരാളുങ്കലിനെ ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കേണ്ട കാര്യമില്ല. അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ബാധ്യത അവർക്കുണ്ടെന്ന് പറഞ്ഞ്
പറയാനുള്ള ആർജവം കാണിക്കാതെ ഇങ്ങനെ ലജ്ജാകരമായ രീതിയിൽ ന്യായീകരിക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്കുള്ള വില നിങ്ങൾ കളയരുതെന്ന്. അത് മാത്രമല്ല, ഇത് അതിൻ്റെ വഴിക്ക് പോട്ടെ, അതിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏത് ഗവൺമെൻറ് അങ്ങനെ ശ്രമിക്കും, അതിനും ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ ഇതുപോലുള്ള ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ട് സ്വയം അവഹേളിതരാകരുത് എന്ന ഒരു അപേക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.